ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വ്യത്യസ്തമായ മറ്റൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അത് നമ്മളൊരു ഗ്ലാസ് ക്രിസ്റ്റൽ ഐറ്റം പോലെയാണ്. പക്ഷേ നമ്മളിത് വെറും വേസ്റ്റാക്കി കളയുന്ന ബോട്ടിൽ നിന്നാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് തന്നെ. അതിൻ്റെ ഒരു കട്ടിങ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഒരുപാട് വെറുതെ കണ്ടില്ലേ ഒടിച്ച് മടക്കി റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഇത് നമ്മളൊരു ബോട്ടിലെടുത്ത് അതിൻ്റെതായി ഇതുപോലെ റൗണ്ട് പീസ് നമ്മൾ ഇതിപ്പോൾ മെയിനായിട്ട് നമ്മളൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എടുക്കുന്നത്. ബാക്കി എല്ലാ OHP ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതൊരു റൗണ്ട് കട്ട് ചെയ്തിട്ട് അത് ഇപ്പം നീറ്റായിട്ട് ക്ലീനായിട്ട് ഒറ്റ റൗണ്ട് ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇതിനിപ്പോൾ നമ്മളൊരു ബേർഡ്, ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബേർഡാണ് ചെയ്യുന്നത്. ഇത് വെറുതെ കണ്ടില്ലേ അതൊന്ന് മടക്കി ആ ഒരു ഹെഡിൻ്റെ പോർഷനാക്കി എടുക്കുകയാണ്. കണ്ടില്ലേ, അപ്പോൾ ആ റൗണ്ട് ഇങ്ങനെ ഒന്ന് മടക്കുമ്പം തന്നെ ആ റൗണ്ട് ആ ഒരു ഹെഡിൻ്റെ പോർഷനാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഫ്രണ്ട് സൈഡ് ഒന്ന് ചെറുതായിട്ട് വളച്ചിട്ട് ഇനി ബാക്കിൽ ഒരു വാലിന് വേണ്ടിയിട്ട് ഇതാ പിടിച്ചൊന്ന് പ്രസ് ചെയ്തതേ ഉള്ളൂ. നീട്ടി പിടിച്ച് നല്ലതുപോലെ ഒന്ന് അമർത്തുമ്പം ആ ഒരു മടങ്ങി ആ ഒരു മടക്കനുസരിച്ചാണ് നമ്മൾ ഷേപ്പാക്കുന്നത്. ഇത് കണ്ടില്ലേ, കഴുത്തിൻ്റെ വേറൊരു ഭാഗവും അതുപോലെ തന്നെ സെയിം ലെവൽ വെച്ചല്ല ഞാനത് മടക്കിയിരിക്കുന്നത്. ഒരു ലെവല് വലുതാക്കിയും വേറൊരു ലെവല് ചെറുതാക്കിയുമാണ് മടക്കിയിരിക്കുന്നത്. ഇനി താഴത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ വെറുതെ നമ്മൾ മടക്കി വെച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പായി. ഇനിയെന്ന് വെച്ചാൽ എല്ലാ OHP ഷീറ്റിലെ കവറിങ്ങാണ്. നമ്മൾ ചെറുതായിട്ട് സ്കെച്ച് എടുത്ത് ഔട്ട്ലൈൻ ഇട്ട് അത് കട്ട് ചെയ്തെടുത്ത് ഒരു ഭാഗം നമ്മൾ അത് വെച്ചങ്ങ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു വിങ്സ് ചിറക് വേണ്ടിയിട്ട് ഇവിടെ നമ്മളെല്ലാം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാണ്ടല്ലോ ഓരോ ഫെദറിൻ്റെ കണക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇത് തന്നെയാണ് ബോട്ടിലിൻ്റെ റൗണ്ട് ഷേപ്പ്. സെയിം ലെവൽ കുറേ കട്ട് ചെയ്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ കളർ ചെയ്ത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം, കളർ ഇല്ലാതെ തന്നെയും നമുക്ക് ഗ്ലാസ് ക്രിസ്റ്റലാക്കി എടുക്കാം. അത് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ദൂരെ നോക്കുമ്പോൾ അത് തന്നെയായിട്ട് തോന്നും, നല്ല ഭംഗിയായിട്ട്. ഇനി ഞാൻ അതിൻ്റെ വിങ്സിന് വേണ്ടിയിട്ട് ബ്ലൂവും ഗ്രീനും ചിറകുകൾക്ക് വേണ്ടിയിട്ട് അത് വേറെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടെയിലിന് വേണ്ടിയിട്ട് ഓറഞ്ച് യെല്ലോ ഈ രണ്ട് കളർ വ്യത്യാസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ കളർ ചെയ്യുമ്പോൾ ബാക്കിൽ അതുപോലെ ഇരിക്കും, ഫ്രണ്ട് നല്ല ക്രിസ്റ്റൽ മോഡലായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ അകത്ത് വേണമെന്ന് ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ അതിൽ കുറച്ച് ഗ്ലിറ്റേർഡ് പൗഡർ ഉണ്ടായിരുന്നു, ഗോൾഡൻ, അതെല്ലാം ഒന്ന് വെതറി എത്രത്തോളം ഭംഗിയാക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ ഫ്ലവർ, ലീവ്സ് അങ്ങനെയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ആ ഒരു ബോക്സ് ഉണ്ട്, ഇതൊരു ബോക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഷേപ്പും വളച്ച് മടക്കിയിട്ടൊരു ബോക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ ഒരു ബേർഡിൻ്റെ ബോക്സ് ആക്കി. ഇനി അതിലെന്ന് വെച്ചാൽ നമ്മളിതാ ഇതുപോലെ കണ്ടില്ലേ ടെയിൽ ഒട്ടിച്ചടിക്കുക. അത് ഓൾറെഡി ഞാൻ യെല്ലോയും ഓറഞ്ച് ഗ്ലിറ്റേർഡ് ഷീറ്റ് ആദ്യമേ ഞാനത് ഒരു ബോട്ടിലിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പും കട്ട് ചെയ്ത് കുറേ കൂട്ടിയതിന് ശേഷമാണ് ബ്ലൂ കളർ വൈറ്റ് കളർ വെച്ച് ആ ഒരു ഫെദറിലും കളർ ചെയ്തിട്ട് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് അത് ഗോൾഡൻ കളറും ഓറഞ്ച് കളറിലെയും ടെയിലിനും അതുപോലെ തന്നെ ചിറകിന് വേണ്ടിയിട്ട് വിങ്സിന് വേണ്ടിയിട്ട് ബ്ലൂ പ്ലസ് ഗ്രീൻ കളർ ഈ രണ്ട് കളറിലെ വിങ്സുമാണ് ഞാനിവിടെ ശരിയാക്കിയത്. കണ്ടെന്നാൽ മനോഹരമായിട്ട് നമുക്കിതുപോലെ നീറ്റാക്കി ചെയ്തെടുക്കാവുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ പുറത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റേതെല്ലാം നമ്മൾ അകത്തല്ലേ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിനൊരു നല്ലൊരു സ്റ്റാൻഡ് അതുപോലെ തന്നെ ഒരു ബോട്ടിലിൻ്റെ അടപ്പിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ശേഷം വൈറ്റ് അക്രിലിക് കളർ കൊണ്ട് ഔട്ട്ലൈൻ ഇട്ടപ്പോൾ മനോഹരമാക്കിയെടുക്കാം.